ജുബൈർ ബിൻ മുത്ഇം റളിയല്ലാഹു അൻഹു ഹബീബായ നബി തങ്ങൾ മഗ്രിബ് നിസ്കരിക്കുമ്പോൾ അങ്ങനെ ഓതിയത് കേട്ടതാണ്. അന്ന് അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കണമെന്ന് ഒരു പ്ലാനും ഇല്ലായിരുന്നു. അന്ന് ബദറിൽ പിടിക്കപ്പെട്ടവർക്ക് ഫിദിയ കൊടുത്തവരെ തിരിച്ചു അവർക്ക് ഒരു റാൻസം പൈസ കൊടുക്കണം, അവരെ റിലീസ് ചെയ്ത് കിട്ടണമെങ്കിൽ. അതിനുവേണ്ടി കാത്തിരിക്കുന്ന സമയത്താണ് അദ്ദേഹം ഹബീബിൻ്റെ മഗ്രിബ് നിസ്കാരത്തിൻ്റെ ഖിറാഅത്ത് കേൾക്കാൻ അദ്ദേഹത്തിന് അവസരമുണ്ടാകുന്നത്. കുറച്ച് കൂട്ടിക്കോളി. അം ഖുലിഖൂ മിൻ ഗൈരി ശൈഇൻ അം ഹുമുൽ ഖാലിഖൂൻ. അദ്ദേഹം ഇങ്ങനെ ആലോചിക്കുക, എന്താണ് ഈ പറയണത്? നിങ്ങൾ വെറുതെ ഉണ്ടായതാണോ? അല്ല, നിങ്ങൾ തന്നെ ഉണ്ടാക്കിയതാണോ? അല്ല, നമ്മളുണ്ടാക്കിയതാണെങ്കിൽ ജനനം മരണം ഡിസൈഡ് ചെയ്യാൻ നമുക്കൊരു അധികാരം വേണമല്ലേ? ഇന്ന ഡേറ്റിന് ഞാൻ ജനിച്ചാൽ മതി, ഇന്ന ഡേറ്റിനെ എനിക്ക് മരിക്കാൻ പറ്റൂ. നമുക്കൊരധികാരമില്ല. നമ്മളെപ്പോഴോ ജനിച്ചു, ഇനി നമ്മൾ ആഗ്രഹിക്കാത്തൊരു സമയത്തായിരിക്കും മരിക്കുക, അല്ലേ? സുബ്ഹാനല്ലാഹ്. ഈ മരിക്കുന്ന ഡേറ്റ് ഒന്ന് അള്ളാഹു അറിയിച്ചു തരാഞ്ഞത് ഭാഗ്യമെന്നാ. അതിന് മുമ്പ് തന്നെ മരിച്ചു പേടിച്ചിട്ട്. ഇനി ഭാഗവത്തീസല്ലേ ഉള്ളൂ എന്നൊക്കെ ആലോചിച്ചാൽ പിന്നെ എങ്ങനെ നിൽക്കുക? അത് അള്ളാഹു ഒളിപ്പിച്ച് വെച്ചതാണ്. അവിടെ കിടന്നോട്ടെ, ഒരു പ്രതീക്ഷ. ഇങ്ങനെ ആരൊക്കെയോ 100 കൊല്ലത്തിൻ്റെ മേലേക്ക് ജീവിച്ചിരിക്കണമല്ലോ, അപ്പോൾ അക്കൂട്ടത്തിൽ ഞാനുണ്ടാവുമെന്ന് വെറുതെ എല്ലാവർക്കും തോന്നും. എവിടെ 60-70 ഉള്ളിൽ പോകും. പക്ഷേ ഒരു പ്രതീക്ഷയിലാണ് നമ്മളിങ്ങനെ ജീവിക്കുന്നത്. അം ഖുലിഖൂ മിൻ ഗൈരി ശൈഇൻ അം ഹുമുൽ ഖാലിഖൂൻ. സൂറത്തു തൂർ. അവർ ഒരു കാരണവുമില്ലാതെ വെറുതെ ഉണ്ടായതാണോ? അതാണ് ഇപ്പോൾ യുക്തിവാദി പറയാം. എന്നിട്ട് വെറുതെ ഭയങ്കര യുക്തിയുള്ള മറുപടിയാണ്. ഇതിന് മണ്ടത്തരം എന്നല്ലേ പറയാം. ശാസ്ത്രം പറയുന്നു കാരണമല്ലാതെ ഒരു കാര്യം ഉണ്ടാവില്ല. അപ്പം പറയാം അത് വെറുതെ ഉണ്ടാകുന്നതാണ്. അപ്പോൾ അവന് സയൻസ് മനസ്സിലായിട്ടില്ല എന്നതിൻ്റെ അർത്ഥം. ശാസ്ത്രം മനസ്സിലായിട്ടില്ല, പിന്നെ എങ്ങനെ അവന് യുക്തിവാദി? യുക്തി ഇല്ലാത്ത ആളല്ലേ, യുക്തിരാഹിത്യവാദിയല്ലേ ഇതൊക്കെ. അം ഖുലിഖൂ മിൻ ഗൈരി ശൈഇൻ അം ഹുമുൽ ഖാലിഖൂൻ അം ഖലഖുസ് സമാവാതി വൽ അർള ബൽ ലാ യൂഖിനൂൻ. അവരാണോ ആകാശങ്ങളെയും ഭൂമിയെയും പടച്ചത്? ബൽ ലാ യൂഖിനൂൻ. കാര്യകാരണ ബന്ധങ്ങളിൽ പോലും അവർക്ക് ഉറപ്പില്ലാത്തവരാണ്. അവർക്കെങ്ങനെ കാര്യം മനസ്സിലാകും? ഈ പ്രപഞ്ചം വെറുതെ ഉണ്ടായി എന്ന് പറയാണോ? അം ഖലഖു, അവരാണോ ഈ മണ്ണ് കൊണ്ടുവന്നത്? എത്ര മണ്ണുണ്ട്! നമ്മളൊരു കുന്നൊക്കെ ഇടിക്കുമ്പോഴാണ് പടച്ചോനെ ഇത്രയൊക്കെ മണ്ണ് ആ കുന്നിലുണ്ടായിരുന്നോ? എത്രയാ ഓരോ മലകളും! ഈ വയനാട് എന്തൊരു മനോഹരമാണ്. പഴയ തണുപ്പൊന്നുമില്ല എന്ന് പറഞ്ഞ് ശരി തന്നെ അല്ലേ? മുമ്പൊക്കെ വന്ന സമയത്ത് ഒരു 10-25 കൊല്ലം പെണങ്ങോട് അബൂബക്കർ സാഹിബിൻ്റെ വീട്ടിൽ താമസിച്ച് അല്ലാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്ത് ചെയ്യട്ടെ. കുറേ കാലം മുമ്പ് നമ്മുടെ സുൽത്താൻ ബത്തേരിയിലൊക്കെ വന്നിരുന്നു, 1996-ലോ 97-ലോ ഒക്കെ. അപ്പോൾ അന്നൊന്നും ഫാൻ തന്നെ ഇല്ല, തണുപ്പുകൊണ്ട്. എ സി ഒന്നും ആലോചിക്കേണ്ട കാര്യം പോലും ഇല്ല. ഇപ്പോൾ എ സി നിർബന്ധമായിരിക്കുകയാണ് ഇവിടെയും, അല്ലേ? സുബ്ഹാനല്ലാഹ്. കാലാവസ്ഥകൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുക. ഗ്ലോബൽ വാർമിംഗ് ഈസ് എ ഗ്ലോബൽ വാർണിംഗ്. ഇത് അള്ളാഹുവിൻ്റെ വലിയൊരു താക്കീതാണെന്നാണ്. സുബ്ഹാനല്ലാഹ്. തണുപ്പ് ഇപ്പോൾ ചെറിയൊരു തണുപ്പ്, ഇങ്ങനെ നല്ല രസമുള്ള തണുപ്പുണ്ട് ഇവിടെ, അൽഹംദുലില്ലാഹ്. പക്ഷേ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഈ പ്രപഞ്ചത്തെ സംവിധാനിച്ചിരിക്കുന്ന വലിയൊരു അത്ഭുതം നോക്കണേ. ഒരു 30-40 കിലോമീറ്റർ അപ്പുറത്തൊരു കാലാവസ്ഥ വേറെയാണ്, ഇവിടെ ഒരു കാലാവസ്ഥ വേറെ. സുബ്ഹാനല്ലാഹ്. ഈ പ്രപഞ്ചം നിങ്ങളാണോ പടച്ചത്? ഇവിടുത്തെ മലകളും ചെടികളും പക്ഷികളും മൃഗങ്ങളും സസ്യലതാദികളും കോടിക്കണക്കിന് ജീവജാലങ്ങൾ, ഓരോന്നും അത്ഭുതമാണ്. ഓരോ ജീവിയും അത്ഭുതം, ഓരോ പക്ഷിയും അത്ഭുതമാണ്. നമ്മൾ കാണാത്തത്, ശാസ്ത്രകാരന്മാർ ഇതുവരെ കാണാത്ത എത്ര ഉണ്ടെന്ന ലോകത്ത്. അം ഖുലിഖൂ മിൻ ഗൈരി ശൈഇൻ അം ഹുമുൽ ഖാലിഖൂൻ. ഇതൊക്കെ പടച്ചത് അവരാണോ? അം ഖലഖുസ് സമാവാതി വൽ അർള്. ആകാശഭൂമികളെ പടച്ചത് അവരാണോ? മനുഷ്യനാണോ ഇതൊക്കെ പടച്ചത്? അവർ പറയുന്നുണ്ടല്ലോ ഞങ്ങളാണ്. നിങ്ങൾ എന്താ പടച്ചത്? അല്ലാഹു ചോദിക്കുക. ഈ ഭൂമി ഇങ്ങനെ തിരിയാ, നമ്മൾ ആലോചിച്ച് നോക്കിയാൽ ഭയങ്കര പേടി തോന്നും. നമ്മളിപ്പോൾ ഭൂമിയിൽ കൂളായിട്ടിരിക്കല്ലേ. 1 മണിക്കൂർ കഴിഞ്ഞ് അത് തുടങ്ങിയിട്ട് 1,08,000 കിലോമീറ്റർ ഈ ഭൂമിമ ഇരുന്നിട്ട് നമ്മൾ സൂര്യൻ്റെ ചുറ്റുമുള്ള ആ ഭ്രമണപഥത്തിൽ 1,08,000 കിലോമീറ്റർ ഇപ്പം നമ്മൾ ഓടിയിട്ടുണ്ട്. നമ്മൾ അറിഞ്ഞിട്ട് പോലും ഇല്ലല്ലോ. 1 മണിക്കൂർ കൊണ്ട് 1,08,000 കിലോമീറ്ററാണ് നമ്മൾ ഓടുന്നത് ഭൂമിൻ്റെ കൂടെ. ഭൂമി ഓടുകയാണ്. എവിടെ നിന്നാണ് ഈ എനർജി? ഏത് പെട്രോൾ സ്റ്റേഷനിൽ നിന്നാണ് ഭൂമി പെട്രോൾ അടിക്കണം നമുക്കറിയോ? ഇതങ്ങനെ ഓടുകയാണ്, നമ്മൾ അറിയുന്ന പോലുമില്ല. 1,08,000. ഇവിടുന്ന് ദുബൈക്ക് ആകെ 2,600 കിലോമീറ്റർ ഉള്ളൂ. 1,08,000 കിലോമീറ്റർ 1 മണിക്കൂറിൽ. 2 മണിക്കൂറാകുമ്പോൾ കൂട്ടിക്കോളി, 2,16,000 കിലോമീറ്ററായി.
3,24,000 കിലോമീറ്റർ. ഇങ്ങനെ കൂടി പോവാണ്. ഓരോ മണിക്കൂറിൽ ഇത്ര ദൂരം പോകുന്നുണ്ട്. നമ്മൾ അറിയുന്നുണ്ടോ? ഈ ഭൂമി ആ പോക്കങ്ങ് നിർത്തിയെന്ന് വിചാരിക്കുക. ആരാ പോയിട്ട് ഉന്തി കൊടുക്കുക? ഇവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ചെയ്യാൻ പറ്റൂല. അല്ലാഹു തആല ചോദിക്കണില്ലേ, ഈ പ്രപഞ്ചത്തിലെങ്ങാനും ലൗ ജഅലല്ലാഹു ലകുമുൽ ലൈല സർമദൻ ഇലാ യൗമിൽ ഖിയാമ മൻ ഇലാഹുൻ ഗൈറുല്ലാഹ് യഅതീകും ബിളിയാ. കാലം മുഴുവനും ഇരുട്ട് തന്നെ. ഭൂമിയുടെ കറക്കത്തിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഒരു മാറ്റം വരുത്തി. നിങ്ങൾക്ക് പകല് സംഭവിക്കുന്നില്ലെങ്കിൽ അല്ലാഹു അല്ലാതെ ആരാണ് നിങ്ങൾക്ക് സൂര്യോദയം കൊണ്ടുതരാനുള്ളത്? കാലം മുഴുവൻ രാത്രി എന്ന് വിചാരിക്കുക. നമ്മുടെ ജനറേറ്ററും നമ്മുടെ എല്ലാ പവർ സപ്ലൈയും തീരൂലേ? എന്ത് ചെയ്യാൻ പറ്റും? അം ഖലഖുസ് സമാവാതി വൽ അർദ്. ഈ പ്രപഞ്ചങ്ങളെ പടച്ചത് മനുഷ്യനാണോ? ഒരിക്കലുമല്ല. നമ്മൾ വരുന്നതിൻ്റെ മുമ്പ് ഇവിടെ ഈ പ്രപഞ്ചമുണ്ട്. ഇനി നമ്മൾ പോയാലും ഈ ഇപ്പോൾ ഇവിടെയുള്ള കുട്ടികളടക്കം ഒരു 100 കൊല്ലം കഴിഞ്ഞാൽ നമ്മളൊരൊറ്റ കുട്ടി ഭൂമിൻ്റെ മുകളിൽ ഉണ്ടാവില്ല. ഉറപ്പല്ലേ? ഏകദേശം ഉറപ്പ്. സെഞ്ചുറി അടിച്ച് മുമ്പോട്ട് പോകണതിൽ വളരെ കുറച്ചല്ലേ ഉണ്ടെങ്കിൽ വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ. ഇനി ഇപ്പം 2024 2124 ഞാനും നിങ്ങളൊന്നും ഈ ഭൂമിൻ്റെ മുകളിൽ ഇല്ല എന്ന കാര്യം 150% ഉറപ്പാണ്. നമ്മളൊന്നും ഉണ്ടാവില്ല. നമ്മളൊക്കെ പോയിട്ടുണ്ടാവും. സ്ഥലം വാടകപ്പര ഒഴിഞ്ഞെടുക്കൂലേ? അപ്പോൾ പുതിയ ആൾക്കാരോട് വന്ന് താമസിക്കും. അപ്പോൾ വേറെ കുറേ ആൾക്കാർ ഇവിടെ ഇരുന്ന് ഇങ്ങനെ വേദ പറയും, കഴിഞ്ഞ തലമുറ കഴിഞ്ഞു പോയിട്ടോ, അവരൊക്കെ നല്ല പുറത്തു കൊടുക്കട്ടെ എന്ന് പറയും. അങ്ങനെയൊക്കെ പറഞ്ഞു കിട്ടിയാൽ അൽഹംദുലില്ലാഹ് നമ്മൾ രക്ഷപ്പെട്ടു. നമുക്ക് വേണ്ടിയൊക്കെ പിൻഗാമികൾ ദുആ ചെയ്ത് കിട്ടിയാൽ അള്ളാഹു നമുക്കും നമ്മുടെ മുൻകഴിഞ്ഞവർക്കും വരാനിരിക്കുന്നവർക്കൊക്കെ അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മളുണ്ടാവില്ല. നമ്മൾ വരുന്നതിൻ്റെ മുമ്പ് ഈ ഭൂമിയുണ്ട്. ഇവിടെ ഡൈനോസറുകളുണ്ട് എന്നാണ് പറയുന്നത്. മനുഷ്യരെ പോലെ നിവർന്നു നടന്ന ജീവികൾ ഇവിടെ ഉണ്ടായിരിക്കാൻ സാധ്യതയുണ്ട്. ചില ഫോസിലുകൾ കണ്ടെത്തി എന്ന് പറയുന്നു. അല്ലാഹു അലം. പക്ഷേ നമ്മൾ വരുന്നതിൻ്റെ മുമ്പ് ഈ പ്രപഞ്ചമുണ്ടല്ലോ, പിന്നെ എങ്ങനെ ഇതിനെ നമ്മളാ പടച്ചതെന്ന് പറയാം? നമ്മളല്ല പടച്ചത്, സ്വയം ഉണ്ടായതുമല്ല. അപ്പോൾ വേറെ ഒരൊറ്റ ഓപ്ഷനേ ബാക്കിയുള്ളൂ. അത് വേറെ ഒരാൾ പടച്ചതാണ്. ആ ആളെ പേരാണ് അല്ലാഹ്. അല്ലാഹ് എന്ന് വിളിക്കാൻ മടിയുണ്ടോ? അപ്പോൾ അവർ പറയും പ്രകൃതി. ഈ പ്രകൃതി എന്തെങ്കിലും ചെയ്യോ? പ്രകൃതി അങ്ങനെ സൃഷ്ടിച്ചു എന്ന് പറയും ചിലർ. അല്ലാഹ് എന്ന് പറയാൻ, സ്രഷ്ടാവ്, ദൈവം, പടച്ചവൻ എന്ന് പറയാൻ അഹങ്കാരം കൊണ്ട് മടിയുള്ളവരാ അങ്ങനെ പറയുള്ളൂ. പ്രകൃതി സൃഷ്ടിച്ചു എന്ന് പറയാം. എന്തേ പ്രകൃതി എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടോ? അങ്ങനെ സംഭവം ഉണ്ടോ? പടച്ചവൻ പടച്ചതിനെയല്ലേ, സൃഷ്ടിപ്പിനെ കുറിച്ചല്ലേ പ്രകൃതി എന്ന് പറയൂ. അത് സൃഷ്ടിക്കുന്ന സാധനമാണോ? അല്ല. മനുഷ്യൻ്റെ അഹങ്കാരമാണത്. ദൈവം എന്ന് പറയാൻ മടിയാണ്. ഓ മൈ ഗോഡ്. ഇപ്പോൾ ഇംഗ്ലീഷുകാരനൊക്കെ അങ്ങനെ വിളിക്കും. ഇപ്പം മാറ്റുന്നുണ്ട്. ഓ മൈ ഗോഷ് എന്ന് പറയും. ഗോഡ് എന്ന് പറയുമ്പോൾ ദൈവമേ എന്നല്ലേ. അപ്പോൾ അത് പറയാൻ ഇച്ചിരി മടി. ഓ മൈ ഗോഷ്. സുബ്ഹാനല്ലാഹ്. ഗോഡ് എന്ന് പറയണ്ട, വേറെ എന്തെങ്കിലും പറയാം. ഓ മൈ ഗുഡ്നെസ്. ചിലർ അങ്ങനെ പറയും. ഓ മൈ ഗുഡ്നെസ്, ഓ മൈ ഗോഡ്, ഓ ദൈവമേ. കാറ്റ് സ്റ്റീവൻസ് അങ്ങനെയാണ് വിളിച്ചത്. മിയാമി ബീച്ചിൽ കുളിക്കാനിറങ്ങിയിട്ട് വലിയൊരു തിരമാല വന്ന് 1970 പോപ്പ് സിംഗർ, ഇന്ന് ജീവിച്ചിരിപ്പുള്ള ആളാണ്, UK കാരനാണ് കാറ്റ് സ്റ്റീവൻസ്. അദ്ദേഹത്തെ ചരിത്രം നമ്മൾ പറഞ്ഞിട്ടുണ്ട് പലവരും. തിരമാല വന്നങ്ങ് പൊക്കിക്കൊണ്ടേതാ. അദ്ദേഹം കുളിക്കാൻ ഒരു ഹോളിഡേയിൽ കുളിക്കാൻ വേണ്ടി ഇറങ്ങിയതാ മിയാമി ബീച്ചിൽ. അയാൾ ഉറപ്പിച്ചു മരിച്ചു. തിരമാല വന്നങ്ങ് പോയി. കരയിലേക്ക് തിരിച്ചു വരാൻ പറ്റുന്നില്ല. കിട്ടിയ ചാൻസിൽ ഒരൊറ്റ നിലവിളിയാണ്, ഓ മൈ ഗോഡ്, ഇഫ് യു സേവ് മീ ഐ വിൽ വർക്ക് ഫോർ യു. പടച്ചോനെ, അങ്ങനെ ഒരാൾ അവിടെ ഉണ്ടെങ്കിൽ. ഉപരി പറയാണ്, എനിക്കന്ന് വിശ്വാസമില്ലായിരുന്നു പടച്ചോനെ കുറിച്ച്. അങ്ങനെ ചെത്തിപ്പൊളിച്ച് നടക്കുന്ന സമയം. പോപ്പ് സിംഗർ അല്ലേ. ഞാൻ പറഞ്ഞു, ദൈവമേ, അങ്ങനെ ഒരു ദൈവം ഉണ്ടെങ്കിൽ, ഇഫ് യു സേവ് മീ, ഈ ഒരു കടലിൻ്റെ ഈ തുരുത്തിൽ നിന്ന് നീ എന്നെ രക്ഷിക്കുകയാണെങ്കിൽ, കരയിലേക്ക് തിരിച്ചു വരാൻ എന്നെ നീ സഹായിച്ചാൽ, ഐ വിൽ വർക്ക് ഫോർ യു, ഞാൻ നിനക്ക് വേണ്ടി പണിയെടുക്കും. അദ്ദേഹം പറയാം, അത്ഭുതകരമായൊരു തിരമാല ഇങ്ങോട്ടങ്ങ് അടിച്ചു. ആ തിരമാലയുടെ ഫോഴ്സിൽ ഇയാൾ കരയിൽ ചെന്ന് അടിയുകയാണ്. ഇന്ന് ജീവിച്ചിരിപ്പുള്ള മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ ഈ സംഭവം അദ്ദേഹം വിവരിക്കുന്നുണ്ട്. അതിൽ അദ്ദേഹം പറഞ്ഞു, ഞാൻ ദൈവത്തിന് കൊടുത്തൊരു വാക്കാണത്. ഞാൻ ഒരിക്കലും രക്ഷപ്പെടില്ല എന്ന് വിചാരിച്ചതാ. ഞാൻ രക്ഷപ്പെട്ടു. അതുകൊണ്ട് ഇനി ദൈവം ആരാണെന്ന് എനിക്ക് അറിയണം. അദ്ദേഹം ക്രിസ്ത്യാനിസം പഠിച്ചു, ജുഡായിസം പഠിച്ചു, ബുദ്ധിസം പഠിച്ചു, ഹിന്ദുയിസം പഠിച്ചു, ലോകത്തിൻ്റെ പ്രമുഖ മതവിശ്വാസങ്ങളൊക്കെ പഠിച്ചു. അവസാനം ഇസ്ലാമും പഠിച്ചു. ഇന്ന് അദ്ദേഹത്തിൻ്റെ പേര് യൂസുഫുൽ ഇസ്ലാം എന്നാണ്. അദ്ദേഹം ഇസ്ലാമിൻ്റെ ഒരു പ്രബോധകനാണ്. അവസാനം എത്തിച്ചേർന്നത്
ദീനിൻ്റെ വെളിച്ചത്തിലേക്കാണ്. ചിലർക്ക് അങ്ങനെയാണ്. ഹിദായത്ത് ലഭിക്കുന്നത് പല വിധേനയാണ്. ഹുദൽ ലിന്നാസ് വബൈനാതിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ.